കൊച്ചേ, സുഖല്ലയോ? പരീക്ഷയൊക്കെ കഴിഞ്ഞായിരുന്നോ? മീനാക്ഷിയുടെ പിടപ്പും വിറയലും കാണെ വല്ലാത്തൊരു രസവും കൗതുകം തോന്നി സണ്ണിക്ക്. ഈച്ചായോ, സണ്ണിച്ചൻ എല്ലാവരുടെയും സുഖവിവരം അറിയാൻ വേണ്ടി നിൽക്കുവാണോ? പെണ്ണിന്റെ പേടി അറിയെ സണ്ണിയെ കണ്ണു കൂർപ്പിച്ചു നോക്കി ദേവ ചോദിക്കുമ്പോൾ ഒരു ചമ്മലോടെ പിൻതല ഒന്ന് ചൊറിഞ്ഞവൻ. വേണേൽ ഞാനും കൂടെ വരാട്ടോ. മീനാക്ഷിയെ നോക്കിയൊരു ചിരിയോടെ ദേവയോട് പറഞ്ഞു സണ്ണി. ആ നിമിഷം മീനാക്ഷിയുടെ കൈ ദേവയുടെ കയ്യിൽ പേടിയോടെ മുറുകി. ഓ വേണ്ട, ഇച്ചായം പൊയ്ക്കോ, ഞങ്ങള് പൊക്കോളാം. ആ കൈകളുടെ ചെറിയൊരു വിറയൽ ദേവയ്ക്ക് മനസ്സിലായതും ദേവ മീനാക്ഷിയെ നോക്കിക്കൊണ്ട് കണ്ണ് രണ്ടും ചിമ്മി കാണിച്ച് പേടിക്കേണ്ടെന്ന പോലെ കണ്ണുകൾ ചിമ്മി സണ്ണിയോടായി പറഞ്ഞു. അല്ല, അത് പിന്നെ ദേവൂട്ടി. സണ്ണി വീണ്ടും അവരുടെ പിറകെ നടന്നുകൊണ്ട് പറയാൻ തുടങ്ങിയതും അവനെ കൂർപ്പിച്ചൊരു നോട്ടം നോക്കി ദേവ. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവരുടെ കൂടെ നടന്നവൻ മുന്നോട്ട് നടക്കാതെ അങ്ങനെ നിന്ന് പോയി. ദേവ രുദ്രന് മാത്രമല്ല അവന്റെ കൂട്ടുകാർക്കും കുഞ്ഞിപ്പെങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഓരോ നോട്ടത്തിന്റെ അർത്ഥവും രുദ്രനെ പോലെ മറ്റെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. സണ്ണി പിന്നാലെ വരുന്നില്ലെന്ന് കാണെ ദേവിയുടെ കയ്യിൽ പിടിച്ച് നടന്നവൾ ഒരു പിടപ്പോടെ പിന്നിലേക്ക് നോക്കി. പ്രതീക്ഷിച്ചതുപോലെ അവൾ നോക്കിയതും ഒരു ചിരിയോടെ അവൾക്ക് നേരെ കൈവീശിയവൻ കാറ്റിൽ അവൾക്കായി ഒരു ചുംബനവും പറത്തിവിട്ടു. അതുകൂടെ കാണെ പെട്ടെന്ന് മുഖം വെട്ടിച്ച് ദേവയുടെ കൂടെ വേഗത്തിൽ നടന്നു മീനാക്ഷി. അവളുടെ പേടിയും വെപ്രാളവും കണ്ട ഒരു ചിരിയോടെ ദേവയും. ഒരു മാറ്റവുമില്ലാതെ ദിവസങ്ങൾ ഓരോന്നും കഴിഞ്ഞുപോയി. ഓരോ രാത്രിയിലും തലയണയെ കെട്ടിപ്പിടിച്ചുള്ള കരച്ചിലല്ലാതെ ദേവയ്ക്ക് മാറ്റങ്ങളൊന്നുമില്ല. ദേവ വന്നിട്ട് ഇതുവരെ ഋഷി തറവാട്ടിലേക്കൊന്നും വന്നതുപോലുമില്ല. അത് അച്ചമ്മയിലും മറ്റുള്ളവർക്ക് സംശയമുണ്ടാക്കി. എങ്കിലും അവന്റെ ജോലി തിരക്കാണെന്നോർത്ത് സ്വയം സമാധാനിച്ചു എല്ലാവരും. ദേ ഉണ്ണിയേട്ടൻ വന്നല്ലോ. ദേവേച്ചിയെ കാണാൻ വന്നാവൂലേ? മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറ് കാണെ ഒരു ചിരിയോടെ മീനാക്ഷി ദേവയെ നോക്കി. ദേവയുടെ ഉള്ളമൊന്ന് പിടഞ്ഞു പോയി. നിമിഷം ഒരു കുന്നോളം പരിഭവം ഉള്ളിലുണ്ടെങ്കിലും അവനെ ഒന്ന് കണ്ടാൽ അല്ലെങ്കിൽ ആ ശബ്ദമൊന്ന് കേട്ടാൽ തകർന്നു പോകുന്ന മനസ്സുണ്ട് അവൾക്ക്. അവളുടെ മുഖം ഗൗരവത്താൽ നിറഞ്ഞു. ക്ഷീണത്തോടെ നിന്നിരുന്ന കണ്ണും മുഖവും ദേഷ്യത്താൽ ജ്വലിച്ചു പോകുന്നു. പക്ഷേ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞു പോകുന്ന പെൺമനസ്സുണ്ട് അവൾക്ക്. നീ ഇതെന്താ ഇത്ര വൈകിയ കുട്ടിയെ? ഉണ്ണിക്കുട്ടൻ എത്ര നേരമായി വന്നിട്ടെന്നറിയോ? ഉമ്മറത്തെ കയറി വരുന്നവളെ കാണെ ഒരു ശാസനയോടെ ചോദിച്ചു അച്ചമ്മ. ബസ് വൈകി പോയത് അച്ചമ്മേ. അച്ചമ്മയുടെ അടുത്ത് നിൽക്കുന്നതിനെ നോക്കുക പോലും ചെയ്യാതെ അവരോട് അത്രയും പറഞ്ഞ് അകത്തേക്ക് നടന്നവൾ. എങ്ങോട്ടാ നീ പോണേ? ഉണ്ണിയെ കണ്ടില്ലേ മോളെ? അവനെ നോക്കാതെ അകത്തേ കയറി പോകുന്നവളോട് അല്പം ഉറക്കെ വിളിച്ചു ചോദിച്ചു അച്ചമ്മ. അതിനൊരു മറുപടി കൊടുക്കണോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാനോ നിൽക്കാതെ മുകളിലേക്കുള്ള പടികൾ കയറിയവൾ. അവൾ പോകുന്നത് കണ്ണെടുക്കാതെ നോക്കി ഹൃദയം തകരുന്ന വേദനയിൽ അവനും. നിന്നോട് പിണങ്ങിയിരിക്കുക അവള്. അതാ നിന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയത്. ഇത്ര ദിവസമായിട്ട് അവളിന്ന് കാണാൻ നീ വന്നില്ലല്ലോ, അതിന്റെയാ. ചെല്ല്, പോയി അവളുടെ പിണക്കം മാറ്റിയിട്ട് വാ. ഒരു ചിരിയോട് അച്ചമ്മ പറയുമ്പോൾ അതിനെന്ത് മറുപടി പറയുന്നറിയാതെ നിന്നു അവൻ. ഇല്ല അച്ചമ്മേ, ഞാൻ പിന്നെ വരാം. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അവളുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യമെല്ലാം ചോർന്നു പോയിട്ടുണ്ട്. അവളെ ഒന്ന് കാണാതെ ഇനി നിന്നാൽ താൻ ചത്തുപോകുമെന്ന് തോന്നിയ നിമിഷം രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാണ്. അച്ചമ്മയെ ചെക്കപ്പ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. എങ്കിലും അതും പറഞ്ഞിറങ്ങുമ്പോൾ ദൂരെ നിന്നാണെങ്കിലും അവളൊരു നോക്ക് കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവളെ നോക്കാനുള്ള ശക്തി ഇപ്പോ തനിക്കില്ല. തിരക്കൊക്കെ പിന്നെ, ആദ്യം കുടുംബം, എന്നിട്ട് മതി ബാക്കി എന്തും. ചെല്ലുണ്ണി, അവൾ പിണക്കം മാറ്റിട്ട് വാ. ചെറിയ വല്ല കുഞ്ഞു പിണക്കവും ഉണ്ടെങ്കിൽ അതങ്ങ് മാറട്ടെ എന്നൊരു ചിന്തയിൽ അവനെ വിടാതെ അച്ചമ്മ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞുപോയി അവൻ. ഒന്നുകൂടെ നിർബന്ധിച്ച് പറഞ്ഞതിന് ശേഷമാണ് രണ്ടും കൽപ്പിച്ചവൻ മുകളിലേക്ക് നടന്നത്. ഓരോ സ്റ്റെപ്പ് കയറും തോറും അവന്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു. ഞാൻ മരിച്ചാൽ പോലും എന്നെ കാണാൻ വരുത് എന്നവളുടെ വാക്കുകൾ, അവളുടെ നിറഞ്ഞ കണ്ണുനീർ എല്ലാം അവന്റെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിട്ടവൻ അവളുടെ റൂമിന്റെ ഡോർ മുട്ടി. 2-3 തവണ തട്ടിയതും ആ ഡോർ അവന് മുന്നിൽ തുറന്നു. തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നവളെ കാണെ അവന്റെ ചങ്കാണ് പിടഞ്ഞത്. പ്രണയത്തോടെ നോക്കിയ മിഴികൾ തെളിഞ്ഞു കാണുന്ന ദേഷ്യത്തിന്റെ ഉത്തരവാദി അത് താനാണെങ്കിലും അവളുടെ ഈ നോട്ടം സഹിക്കാൻ കഴിയാത്ത പോലെ. അവന്റെ നോട്ടം അത്രയും അവളുടെ കുഞ്ഞു മുഖത്താണ്. ഭക്ഷണം ശരിക്ക് കഴിയാത്തതുകൊണ്ടോ രാത്രി ഉറങ്ങാതെ കരഞ്ഞു കിടക്കുന്നതുകൊണ്ടോ എന്നറിയില്ല, കണ്ണെല്ലാം കുഴിഞ്ഞു പോയിട്ടുണ്ട്. കണ്ണിന് ചുറ്റും കറുപ്പ് കല വന്നിട്ടുണ്ട്. മുഖത്തെ പ്രസരിപ്പെല്ലാം പോയിരിക്കുന്നു. കുറച്ചു ദിവസം കൊണ്ട് തന്നെ ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ടവൾ. ഞാൻ മുത്തശ്ശി ചെക്കപ്പ് ചെയ്യാൻ അവളെ കാണാൻ ഓടിപ്പിടഞ്ഞു വന്നാണെങ്കിലും അത് അവൾക്ക് മുന്നിൽ സമർത്ഥമായി മറച്ചു വെച്ചവൻ. ഇതെന്റെ റൂമാണ്, ഇവിടെയല്ല അച്ചമ്മ. അത്രയും പറഞ്ഞ് അവന് മുന്നിൽ ഡോർ വലിച്ചടയ്ക്കുമ്പോൾ രണ്ടുപേരുടെയും ഹൃദയം ഒരുപോലെ പൊട്ടിക്കരഞ്ഞുപോയി. ഡോറിൽ ചാരി കണ്ണുകൾ അടച്ച് അങ്ങനെ നിന്ന് പോയി ദേവ. അടഞ്ഞ വാതിലേക്ക് ഒരു നിമിഷം നോക്കി നിന്ന ശേഷം അവനും തിരിഞ്ഞു നടന്നു. പിണക്കം മാറിയില്ല രണ്ടാളുടെയും. കയറിപ്പോയ പോലെ തന്നെ തിരിച്ചിറങ്ങി വരുന്നവനെ കാണെ ആശങ്കയോട് ചോദിച്ചു മുത്തശ്ശി. അതിനൊരു മറുപടി പറയാൻ അവന്റെ കയ്യിലും ഒന്നുമില്ലായിരുന്നു. ആ പിണക്കം അങ്ങനെ ഒന്നും തീരുമെന്ന് തോന്നുന്നില്ല അമ്മേ. സ്കൂൾ വിട്ടു വരുന്ന സീത അകത്തേ കയറുന്നതിനിടെ ഋഷിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും താൻ വിചാരിക്കും പോലെ കുഞ്ഞൊരു പിണക്കമല്ല അവര് തമ്മിൽ എന്ന് മനസ്സിലാക്കുകയായിരുന്നു അച്ചമ്മയും. ഉണ്ണിക്കുട്ടാ,
എന്നാ ദേവിയെ കൊണ്ടുപോകാൻ വരുന്നേ? അധികമൊന്നും സംസാരിക്കാൻ നിൽക്കാതെ യാത്ര പറഞ്ഞിറങ്ങുന്നവനോട് അച്ചമ്മ ചോദിച്ചതും അവന്റെ നോട്ടം ചെന്നെത്തിയത് സീതമ്മയിലേക്കാണ്. അവള് കുറച്ചു ദിവസം കൂടെ ഇവിടെ ഉണ്ടാവുമേ. ഋഷിയുടെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, അല്ലേ ഋഷി? സീതമ്മ പറയുമ്പോൾ ഒരു വിളറിയ ചിരിയോടെ തലയാട്ടിയവൻ. സീതയുടെ വാക്കിലും ഋഷിയുടെ വിളറിയ മുഖവും എല്ലാം കാണെ അച്ചമ്മയുടെ ആദി കൂടി എന്നാണ് സത്യം. എന്തൊക്കെയോ ഇവര് മറച്ചു വെക്കുന്നുണ്ടെന്ന് മാത്രം മനസ്സിലായി അവർക്ക്. അവൻ കാറിൽ കയറുന്നും അവൻ പോകുന്നല്ല അറിയുന്നുണ്ട്. എങ്കിലും മനസ്സിനെ കല്ലാക്കി നിലത്ത് ഡോറിൽ ചാരി കാൽമുട്ടിൽ മുഖം വെച്ച് കണ്ണുകൾ അടച്ചങ്ങനെ കിടന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. എങ്കിലും അതൊന്നും അറിയാത്ത മനസ്സ് മരവിച്ച പോലെ ഇരുന്നു പോയി ആ പെണ്ണ്. ചെയ്തതും ചെയ്യാൻ പോകുന്നതും ശരിയോ തെറ്റോ എന്നൊന്നും അറിയാതെ, മനസ്സിനെ പിടിച്ചു കെട്ടാൻ കഴിയാതെ, ഒന്ന് ഉറക്കെ കരയാൻ പോലും ആവാതെ അവനും. ഓയ് മീനുട്ടി! പിന്നിൽ നിന്നും ഉറക്കെ തന്റെ പേര് വിളിക്കുന്ന കേൾക്കെ അത് ആരാണെന്ന് വ്യക്തമായി അറിയുന്നവളുടെ കാലുകൾക്ക് വേഗത കൂടി. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ മുതിരാതെ, ഒന്ന് നിൽക്കെന്റെ പെണ്ണെ, ഒരു കാര്യം ചോദിക്കട്ടെന്ന് പിന്നാലെ ഓടിയെത്തിക്കൊണ്ട് സണ്ണി പറയുമ്പോൾ പേടിയുടെ ചുറ്റിലും നോക്കി മീനാക്ഷി. ഞാൻ ഇയാളെ ഒന്ന് ഒറ്റ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വേഗത്തിൽ നടക്കുന്നവരുടെ കൂടെ നടക്കാൻ ഇത്തിരി കഷ്ടപ്പാടുണ്ടെങ്കിലും അവൻ അവളെ വിടാതെ പിറകെ കൂടി. നിങ്ങളൊന്ന് പോയേ, ആരെങ്കിലും കണ്ട പിന്നെ അത് മതി. തന്റെ കൂടെ നടക്കുന്നവനൊന്ന് കണ്ണു കുറിപ്പിച്ച് നോക്കി മീനാക്ഷി പറഞ്ഞു. അയ്യോടാ, അതിന് ഞാൻ കൊച്ചിനെ എന്നാ ചെയ്തു? ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതല്ലയോ? അവളുടെ നോട്ടത്തിലും സംസാരത്തിലും ഒരു പ്രത്യേക ചന്തം തോന്നിയവന്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ദേ, എന്നെ ശല്യം ചെയ്താൽ ഞാൻ രുദ്രേട്ടനോട് പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ. അവന് നേരെ വിരൽ ചൂണ്ടി പറയുമ്പോൾ അവന്റെ ചുണ്ടിൽ തെളിഞ്ഞത് ഒരു ചിരിയാണ്. ആ ചിരിയോടെ തന്നെ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു അവൻ. ഞാൻ ശല്യം ചെയ്യാൻ വന്നല്ല കൊച്ചേ, ഞാൻ എനിക്കുള്ള മറുപടിക്ക് വേണ്ടി കാത്തു നിന്നതല്ലേ. അവളെ നോക്കി യാതൊരു കൂസലും ഇല്ലാതെ സണ്ണി പറയുമ്പോൾ അവനെ നോക്കി അവളുടെ നെറ്റിയൊന്ന് ചൊളിഞ്ഞു. ഞാൻ രുദ്രന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തായിരുന്നേ, അതിവിടെ ഏൽപ്പിച്ചു എന്ന് അവൻ പറഞ്ഞിരുന്നു. എന്നെ കാണുമ്പോ ഇങ്ങനെ ഓടിപ്പോയാ പിന്നെ എനിക്കുള്ള മറുപടി ആര് തരും? ആ മറുപടി കിട്ടിയാ ഞാൻ അങ്ങ് പോയേക്കാം. അവൻ പറയുമ്പോൾ തങ്ങളെ ആരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ചുറ്റിലും നോക്കി മീനാക്ഷി. പച്ച വിരിച്ച പാടത്തിന് നടുവിൽ താനും അവനും മാത്രമാണ് ഉള്ളത്. പിന്നെ ദൂരെ ഏറുമാടത്തിൽ അവന്റെ കൂട്ടുകാരും. അതിൽ രുദ്രേട്ടനില്ല. പിന്നെ അവിടെയുള്ളവരുടെ ശ്രദ്ധ ഇങ്ങോട്ടുമല്ല. മീനാക്ഷിയുടെ മിഴികൾ അവന് നേരെ വീണ്ടും കൂർത്തു. മറുപടി തന്നാ ഇയാൾ പോകുവോ? അവളുടെ ചോദ്യത്തിൽ ഒരു ചിരിയോടെ പോകാമെന്ന് തലയാട്ടി സണ്ണി. പോകാം, പക്ഷേ അത് എനിക്കും കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണം. അല്ലാതെ വീടും വീട്ടുകാരുടെയും പേരും പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ നോക്കിയാ അത് ഞാൻ സമ്മതിക്കില്ല. അവനൊരു ഉറപ്പോടെ പറയുമ്പോൾ ഒരു ദീർഘശ്വാസം എടുത്തു മീനാക്ഷി. എന്നാ കേട്ടോ, എനിക്ക് എനിക്ക് നിങ്ങളെ ഇഷ്ടല്ല. എന്റെ മനസ്സിൽ വേറൊരാളാണ്. അവളൊരു ഉറപ്പോടെ പറയുമ്പോൾ ഇത് കേട്ടിട്ടെങ്കിലും ഇനി അവൻ തന്റെ പിറകെ വരല്ലേ എന്ന് മാത്രമായിരുന്നു അവളുടെ പ്രാർത്ഥന. ആരാ നിന്റെ മനസ്സിൽ? രുദ്രനോ? സണ്ണിയുടെ തിരിച്ചുള്ള ചോദ്യത്തിൽ ആകെയൊന്ന് വിറച്ചുപോയി പെണ്ണ്. തന്റെ മനസ്സിൽ മാത്രം കൊണ്ടു നടന്ന രഹസ്യമാണ് ഇങ്ങനെ ഒരാൾ തന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്. അല്ലേ, രുദ്രനല്ലേ ഈ കുഞ്ഞു മനസ്സിൽ? തന്നെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നവളോട് വീണ്ടും സണ്ണി ചോദിക്കേ അവൾ അവനിൽ നിന്ന് മുഖം വെട്ടിച്ചു. അവൾ രുദ്രൻ യാമിയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ കണ്ണും നിറച്ച് നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇയാളെ കൂടുതൽ ഇഷ്ടായത്. ഒരാളെ ഇങ്ങനെ ചങ്ക് പറയും പോലെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം എനിക്ക് വേണമെന്ന് തോന്നി. സണ്ണിയുടെ ഓരോ വാക്കുകളും കേൾക്കുക അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പ്രാണനെ പോലെ സ്നേഹിച്ചവൻ മറ്റൊരാൾക്ക് സ്വന്തമാവുന്ന കണ്ടു നിന്ന ആ നിമിഷം അവളുടെ ഉള്ളിലേക്ക് വീണ്ടും തികട്ടി വന്നു. ആ സമയം രുദ്രന്റെ മനസ്സിൽ തനിക്കൊരു പെങ്ങളെ സ്ഥാനമാ കേട്ടോ. അത് അവന്റെ 1000 വട്ടം എന്നോടും അവന്മാരോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവനെ പതിയെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് അവിടെ എനിക്കൊരു കുഞ്ഞു സ്ഥാനം തന്നൂടെ? പതിയെ മതി, എനിക്കൊരു ധൃതിയില്ല. സണ്ണി അവളോട് ഒന്നുകൂടെ ചേർന്ന് നിന്നു. എനിക്ക് അതിനൊന്നും പറ്റൂല. എനിക്ക് മറക്കാൻ കഴിയില്ല. വേറെ ഒരാളെ സ്ഥാനത്ത് കാണാനും എനിക്ക് പറ്റൂല. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കവളിലേക്ക് ഒഴുകി ശബ്ദമിടറി. എന്റെ പൊന്നു മീനാക്ഷി കൊച്ചേ, ഞാൻ വെറുതെ തമാശയ്ക്ക് വേണ്ടി നിന്റെ പിറകെ നടക്കുമല്ല. കെട്ടി കൂടെ പൊറപ്പിച്ച് എന്റെ മക്കളെയും പ്രസവിച്ച് സന്തോഷത്തോടെ മരണം വരെ ജീവിക്കാൻ വേണ്ടി തന്നെയാ വിളിക്കുന്നത്. അവന്റെ കണ്ണിലെ പ്രായത്തിൽക്കം അന്ന് ആദ്യമായി മീനാക്ഷി കണ്ടു. ഞാനേ ഇപ്പൊ പോവാ. ഒന്നുകൂടെ ഇരുന്ന് ആലോചിച്ച് പതിയെ എനിക്കുള്ള മറുപടി തന്നാ മതി. പിന്നെ എന്നെ കാണുമ്പോ ഇങ്ങനെ പേടിച്ച് ഓടത്തൊന്നും വേണ്ട കേട്ടോ. ഞാനൊരു പാവാടോ. അതുകൊണ്ടല്ലേ രുദ്രൻ പോലെ എന്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്നേ. സണ്ണി പറയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എങ്കിലും അതെല്ലാം ശരിയാണെന്ന് അവൾക്കും തോന്നി. അവൻ ആ പാടവരമ്പിലൂടെ തിരിഞ്ഞു നടക്കുന്നു, ഏറുമാടത്തിലെ കയറി പോകുന്നതെല്ലാം നോക്കി നിന്ന് പോയി മീനാക്ഷി. അവൻ ദൂരെ നിന്ന് തന്നെ നോക്കുന്ന കാണെ പെട്ടെന്ന് തിരിഞ്ഞോടി അവൾ. അവളുടെ ഓട്ടം കാണെ ചെറുചിരിയോടെ കൂട്ടുകാർക്കിടയിലേക്ക് ഇരിക്കുമ്പോൾ അവളോട് എന്തൊക്കെ പറഞ്ഞു, അവൾ തിരിച്ച് എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു സണ്ണി. അച്ഛമ്മയുടെ കുട്ടി ഇങ്ങനെ കിടക്കാതെ എന്തേലും വന്ന് കഴിച്ചേ. ചുരുണ്ടുകൂടി കിടക്കുന്നവളുടെ തലയിൽ തലോടിക്കൊണ്ട് തമ്പുരാട്ടിയമ്മ പറയുമ്പോൾ അവൾ ഒന്നുകൂടി ചുരുണ്ടുകൂടി അവരെ നോക്കി. നിക്ക് വേണ്ട അച്ഛമ്മേ, എന്തോ ഇപ്പൊ ഒട്ടും വയ്യ, ഞാൻ ഇത്തിരി നേരം കൂടെ കിടക്കട്ടെ.
എനിക്ക് രണ്ടു കണ്ണും ചുവന്ന് നീര് വന്ന പോലെ അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലായി അവർക്ക്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ല. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയേ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീയ്. അവളുടെ അടുത്തേക്ക് ഇരുന്ന് അവർ പറയുമ്പോൾ ഇന്ന് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നവർ ഉറപ്പിച്ചിരുന്നു. ഉണ്ണി വിളിച്ചില്ലേ മോളെ? പിണക്കാണോ രണ്ടാളും? അച്ഛമ്മയോട് പറ. അവന്റെ ചെവിക്ക് പിടിച്ച് നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അച്ഛമ്മ മാപ്പ് പറയിക്കാം. എന്നിട്ട് അച്ഛമ്മയുടെ കുട്ടി അവന്റെ കൂടെ പോയി സന്തോഷത്തോടെ ജീവിക്കണം. നിങ്ങളെ മക്കളെ കണ്ടിട്ട് വേണം മുത്തശ്ശിക്കൊന്ന് കണ്ണടയ്ക്കാൻ. മറ്റാരേക്കാൾ വലുത് അവർക്ക് അവളാണ്. അവളുടെ സങ്കടങ്ങളാണ് ഏറ്റവും വലുത്. എന്തും പറയാനുള്ള അവകാശവും അധികാരവും ഉണ്ട് അവൾക്ക്. അതിനുള്ള സ്വാതന്ത്ര്യവും അവൾക്ക് മാത്രമുള്ള. എനിക്ക് ആരുടെയും മാപ്പൊന്നും വേണ്ട അച്ഛമ്മേ. ഞാൻ ഇനി ഇന്ന് ഇവിടെ നിന്നോളാം. ആരുടെ അടുത്തേക്ക് ഇനി ഞാൻ പോവൂല. അവളുടെ വാക്കുകൾ കേൾക്കെ ഇത്ര പെട്ടെന്ന് അവനെ വേണ്ടെന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവുമെന്ന് അറിയാവുന്നവർ അവളുടെ മുഖം അവർക്ക് നേരെ പിടിച്ചു നിർത്തി. അച്ഛമ്മയുടെ പൊന്നെ, എന്താടാ? തറവാട്ടമ്മ ചോദിച്ചു തീരുമ്പോഴേക്കും ഇത്രയും നേരം അടക്കി വെച്ച സങ്കടക്കടൽ അവർക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചു പോയി. ദേവാ തേങ്ങി നീങ്ങി നടന്ന കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു തുടങ്ങുമ്പോൾ അവരുടെ ഉരുളവും നീറി തുടങ്ങിയിരുന്നു. അവളെ വേദനിപ്പിക്കുന്ന ആരാണെങ്കിലും അവർക്ക് താൻ മാപ്പ് കൊടുക്കില്ല എന്ന മനസ്സിൽ ഉറപ്പിച്ച് എന്തൊക്കെയോ കണക്ക് കൂട്ടുമ്പോൾ ദേവിയെ കഴിക്കാൻ വിളിക്കാൻ വന്ന സീതമ്മ കാണുന്നത് അച്ചമ്മയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് എന്തൊക്കെയോ പറയുന്നവളെയാണ്. അവരെ ഒന്ന് നോക്കി സീത തിരിഞ്ഞു നടക്കുമ്പോൾ ഇനി എന്തൊക്കെയോ ഉണ്ടാവാൻ പോകുമെന്ന് മനസ്സിൽ കണ്ടു അവൾ. ദേ നോക്കട രുദ്ര, ഇത് നമ്മുടെ ഡോക്ടർ അളിയന്റെ കാറല്ലേ? ദൂരെ റോഡിനോരം ചേർന്ന് നിർത്തിയിട്ട കാറിലേക്ക് വിരൽ ചൂണ്ടി നോക്കി സണ്ണി പറയുമ്പോൾ കയ്യിൽ കെട്ടിയ വാച്ചിലേക്ക് നോക്കി രുദ്രൻ. സമയം 12 കഴിഞ്ഞിട്ടുണ്ട്. ഈ നേരത്ത് ഇവനെന്താ ഇവിടെ എന്നൊരു ചിന്തയിൽ അവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. കാറിനടുത്തെത്തിയതും രുദ്രൻ ബൈക്കിന്റെ വേഗത കുറച്ച് കാറിനടുത്തായി നിർത്തി. നോക്കടാ, എന്റെ പുന്നാരളിയൻ ഫുൾ ഫിറ്റാ. എന്തൊക്കെയായിരുന്നു ഉണ്ണിക്കുട്ടനെ കണ്ടുപഠിക്കുക. അവനെ പോലെ ഒരുത്തന് ഈ നാട്ടിൽ വേറെയുണ്ടോ? എല്ലാവരുടെ മുന്നിലും നല്ലവനായ ഉണ്ണി. എന്നിട്ട് കണ്ടോ ഇവന്റെ തനിക്കോണം. കാറിൽ സീറ്റിൽ താഴെ കിടക്കുന്ന ഒരു മദ്യക്കുപ്പിയും സ്റ്റിയറിംഗിൽ തലയും വെച്ച് കണ്ണുകൾ അടച്ച് കിടക്കുന്നവനെയും കാണെ ഒരു ചിരിയോടെ പറഞ്ഞവൻ സണ്ണിയെ നോക്കി. രുദ്ര, ഇവനെ നമുക്ക് തറവാട്ടിൽ കൊണ്ടുപോയാലോ? എല്ലാരും കാട്ടെ ഇവനെ. ഇവനെ കണ്ട് പഠിക്കെന്ന് പറഞ്ഞ് എന്റെ അപ്പൻ ഇന്നലെ കൂടെ എന്നെ കളിയാക്കിയിട്ടേ ഉള്ളൂ. ആദ്യം എന്റെ വീട്ടിൽ ചെന്ന് എന്റെ അപ്പനെ കാണിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് കോവിലകത്തേക്ക്. എങ്ങനെയുണ്ട്? രുദ്രനെ ആ കോലത്തിൽ കണ്ടതിൽ സണ്ണിക്കുമുണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം. അയ്യടാ, ഇവനെയും പൊക്കി എല്ലാ വീട്ടിലും കൊണ്ടു നടക്കാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? നീ ഇവനെ കുറച്ച് വീഡിയോസോ ഫോട്ടോസോ എടുത്ത് നിന്റെ അപ്പനെ കാണിച്ചു കൊടുക്ക്. നമുക്കിവനെ എന്റെ വീട്ടിൽ കൊണ്ടുപോകാം. അമ്മയും അച്ഛമ്മയും എല്ലാരും കാട്ടെ സൽപുത്രന്റെ സ്വഭാവ ഗുണം. രുദ്രനും വല്ലാത്തൊരാവേശമാണ്. ഋഷി എല്ലാവർക്കും മുന്നിലും അപമാനിക്കപ്പെട്ട് നിൽക്കുന്നത് കാണാൻ. കൊണ്ടുപോകാം, പക്ഷേ അവിടെ ദേവിയില്ലേ? ഡാ, അവൾക്ക് വിഷമായാലോ? ദേവി ഓർക്ക് സണ്ണിയുടെ ആവേശം കെട്ടടങ്ങി. അവളും കണ്ടടാ, അവള് വേണ്ടേ ഇവനെ നേർവഴിക്ക് നടത്തേണ്ടത്. പിന്നെ ഈ രണ്ടും ചെറിയ പിണക്കത്തിലാ. അതിന്റെ കൂടെ ഇതും. പെണ്ണിന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിക്കോളൂ ഇവന്. ചുണ്ടിലെ എരിഞ്ഞു തീരാതെ സിഗരറ്റ് നിലത്തേക്കിട്ട് ചവിട്ടി ഞെരിച്ച് കാറിന്റെ ഡോർ തുറന്നു രുദ്രൻ. ഋഷി ഒരു ഞെരുക്കത്തോടെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. അളിയ, എന്തൊക്കെയുണ്ട്? ഇച്ചിരി അങ്ങ് മാറിയിരുന്നേ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. കണ്ണുകൾ തുറന്ന് തന്നെ നോക്കുന്നവനെ കാണെ രുദ്രൻ ചിരിയോടെ പറഞ്ഞു. സണ്ണി കിട്ടിയ അവസരം മുതലാക്കും പോലെ എല്ലാ ഫോണിൽ പകർത്തുന്നുമുണ്ട്. ഇന്ന് ഇവന്റെ മാനം ഞാൻ കപ്പലിൽ കയറ്റും എന്റെ സണ്ണി കുട്ടാ. കാറിൽ ഇരിക്കുന്നവനെ പിടിച്ച് പതിയെ ഇറക്കി ബാക്ക് സീറ്റിലേക്ക് കയറ്റുന്നതിനിടെ രുദ്രൻ പറഞ്ഞു. സണ്ണി ഋഷിയുടെ മുഖത്തേക്ക് നോക്കി. പണ്ടത്തെ ഋഷിയെ അല്ല. മനസ്സിലെ സങ്കടം എടുത്തറിയും പോലെ ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട് അവൻ. എടാ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതിയോ? കണ്ടിട്ട് എന്തോ പാവം തോന്നുന്നു. എവിടെയോ മുളപൊട്ടിയൊരു കുഞ്ഞു സദാവം സണ്ണിയിലുണ്ടെങ്കിലും ചെറുപ്പം മുതൽ ഇവന്റെ പേര് പറഞ്ഞ് താൻ കേട്ട അപമാനത്തിന് കിട്ടിയ അവസരം വിട്ടുകളയാൻ രുദ്രൻ നിന്നില്ല. എടാ കള്ള് നമ്മളും കുടിക്കും. പക്ഷെ ഇത്രയും കാലത്തിനിടെ ഇതുപോലെ ഞാനോ നീയോ ആരെങ്കിലും റോളിൽ കിടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളെക്കാൾ അലമ്പല്ല ഇവൻ. അങ്ങനെയുള്ള ഇവനെ ഇവിടെ ഉപേക്ഷിച്ചു പോയിട്ട് വീണ്ടും ഇവനെ നല്ലവനായ ഉണ്ണിയായി എല്ലാവരുടെ മുന്നിൽ വാഴിക്കാൻ എനിക്ക് മനസ്സിലട സണ്ണിക്കുട്ട. എന്റെ ഒപ്പം നിൽക്കാമെങ്കിൽ നിനക്ക് നിൽക്കാം. അല്ലെങ്കിൽ വേഗം വണ്ടി വിട്ടോ, എന്നിട്ട് വേഗം വീട് പിടിച്ചോ. അപ്പൊ സലാം. കാറിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറി സണ്ണിയോട് അത്രയും പറഞ്ഞ് രുദ്രൻ ഋഷിയുടെ കാർ നേരെ സ്പീഡിൽ മുന്നോട്ട് വിട്ടു. അവൻ പോകും നോക്കി ആ നിമിഷം അങ്ങനെ നിന്ന സണ്ണി അവന്റെ പിറകെ പോയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഓർത്ത് നേരെ അവന്റെ വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് ബൈക്ക് തിരിച്ചു. മനസ്സിൽ മുഴുവൻ ഋഷിയെ വഴക്ക് പറയുന്ന അച്ഛമ്മയെ മനസ്സിലോർത്ത് രുദ്രൻ കാർ കോവിലകത്തെ ഗേറ്റ് കടന്നു. മുറ്റത്തേക്ക് വണ്ടി കയറ്റി നിർത്തി എല്ലാവരും എഴുന്നേൽക്കാൻ പാകത്തിന് 4-5 ഹോൺ നീട്ടിയടിച്ചു അവൻ. വീട്ടിൽ ഇന്ദ്രൻ ഇല്ല എന്നൊരു സമാധാനവും അവനുണ്ട്. ആരെയും പുറത്ത് കാണുന്നില്ല എന്ന് കാണെ 3-4 ഹോൺ വീണ്ടും നീട്ടിയടിച്ചവൻ.
ആ വീട്ടിൽ പല മുറികളിൽ നിന്നായി ലൈറ്റ് കത്തുന്നത് കാണേ പിന്നിൽ ഒന്നൊന്നും അറിയാതെ കിടക്കുന്നവനെ ഒന്നൂടെ നോക്കി രുദ്രൻ. ഇപ്പൊ ശരിയാക്കി തരാം നിന്റെ ഡോക്ടർ മോനെ, എല്ലാരും ഇങ്ങ് ഇറങ്ങി വരട്ടെ. മീശ പിരിച്ചൊരു കള്ളച്ചിരിയുടെ രുദ്രൻ പറഞ്ഞു തീരുമ്പോഴേക്കും ഉമ്മറത്തെ വാതിൽ മലർക്കെ തുറന്നു കഴിഞ്ഞിരുന്നു. സീതമ്മയും അച്ചമ്മയും ദേവയും യാമയും കൂടാതെ വീട്ടിൽ അടുക്കള ജോലിക്ക് നിൽക്കുന്ന രണ്ട് സ്ത്രീകൾ കൂടെ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നതും ഒരു ചിരിയുടെ കാറിൽ നിന്നിറങ്ങി രുദ്രൻ. ഋഷിയുടെ കാറിൽ നിന്ന് രുദ്രൻ ഇറങ്ങി വരുന്ന കാണെ ദേവിയടക്കം എല്ലാവരുടെ നെറ്റിയൊന്ന് ചൊടിഞ്ഞു. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ദേ, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. കാറിന്റെ പിൻസീറ്റിൽ നിന്ന് ആടിക്കുഴഞ്ഞു കിടക്കുന്നവനെ പിടിച്ചു വലിച്ച് അവരുടെ മുന്നിലേക്ക് നടക്കുമ്പോൾ എന്തോ ആ വാട കിട്ടിയ സന്തോഷമായിരുന്നു രുദ്രന്റെ മുഖത്ത്. മുന്നിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ അവന്റെ തോളിൽ ചാഞ്ഞു കിടന്ന് മുന്നോട്ട് നടന്നു ഋഷിയും. ഋഷിയെ കണ്ട എല്ലാവരുടെയും ഞെട്ടൽ കാണെ താൻ ആഗ്രഹിച്ചു നടന്നെന്ന് മനസ്സിൽ ഉറപ്പിച്ചു രുദ്രൻ. ദേ നോക്ക്, അച്ഛമ്മയുടെ പുന്നാര പേരക്കുട്ടി അടിച്ചു പൂസായി കിടക്കുക. നോക്കടി നിന്റെ കെട്ടിയവൻ. അമ്മയുടെ മരുമോൻ നോക്കിയേ, 4 കാലില്ല. ഞാൻ ഇത്തിരിയൊക്കെ കുടിച്ചു വന്നാൽ എന്തായിരിക്കും ഇവിടെ. ഇപ്പൊ നോക്കിയേ, അടിച്ച് പാമ്പായി കിടക്കുന്ന കണ്ടോ നമ്മളെ ഡോക്ടർ. വിളിക്ക് സിത്തു ആന്റിയും അപ്പുമാമനെയും കൂടെ വിളിക്ക്, അവരും കൂടെ കാണട്ടെ പുന്നാര മോനെ. എല്ലാവരുടെ മുന്നിലേക്കും ഋഷിയെ നിർത്തി രുദ്രൻ പറയുമ്പോൾ ഋഷിയോട് തോന്നുന്നതിനേക്കാൾ ദേഷ്യമാണ് സീതയ്ക്ക് രുദ്രനോട് തോന്നിയത്. ഇനി ഇവനെ ഓർത്ത് കണ്ണുകൾ നിറയ്ക്കില്ല എന്ന് ഉറപ്പിച്ചവളുടെ മിഴികൾ അവനെ കാണും തോറും നിറഞ്ഞു പോകുന്നുണ്ട്. അവന്റെ അടുത്തേക്ക് പോകില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു നിന്നവൾ അവന് തെന്നി വീഴാൻ ആഞ്ഞതും പെട്ടെന്ന് അവനെ താങ്ങി പിടിച്ചുപോയി. പെട്ടെന്ന് താൻ എന്താണ് ചെയ്യുന്ന മനസ്സിൽ വന്നും അവനിൽ നിന്ന് അകന്നു മാറാൻ ഒരുങ്ങിയവളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു ഋഷി. ബോധമൊട്ടില്ലെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ഗന്ധവും ചൂടും തന്നെ പൊതിഞ്ഞറിഞ്ഞതും അവളെ അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. ദേവാ, നീ എന്താ ഇവിടെ? നിന്നെ ഒന്ന് കാണാൻ ഞാൻ എത്ര കൊതിച്ചു എന്നറിയും നിനക്ക്. എന്നെ വെറുക്കലടി, എന്റെ ജീവനാ നീ. പറഞ്ഞതിനൊക്കെ സോറി ഡി. അവളുടെ മുഖം കോരിയെടുത്ത് കവളിൽ 4-5 മുത്തം നിർത്താതെ കൊടുത്ത് ഋഷി പറയെ. കേട്ടു നിന്നവരും എല്ലാം കണ്ടു നിന്നവരും ഒരു ഞെട്ടലോടെ ദേവയും ഋഷിയും നോക്കി നിന്നു. അവനെ തള്ളാനും കൊള്ളാനും കഴിയാതെ പൊട്ടിക്കരഞ്ഞ അവനെ തന്നിൽ നിന്ന് തള്ളി മാറ്റി ഒരു കരച്ചിലൂടെ ദേവ അകത്തേക്ക് ഓടിപ്പോയതും അച്ചമ്മയ്ക്ക് വല്ലാത്തൊരു ദേഷ്യം വന്നു. യാമയെല്ലാം ഒരു കാഴ്ചക്കാരിയെ പോലെ നോക്കി നിൽക്കുകയാണ്. എങ്കിലും അവൾക്ക് രുദ്രനോട് ദേഷ്യം തോന്നിയിരുന്നു. തന്നെ കൂർപ്പിച്ചു നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്നവളെ കാണെ രുദ്രൻ അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചു. മനസ്സിൽ ഒരാളെ വെച്ച് തന്റെ താലിക്ക് കഴുത്ത് നീട്ടി അത്രയൊന്നും ഇല്ല ഇത് എന്നാണ് അവന്റെ പുച്ഛത്തിന്റെ അർത്ഥം. എങ്കിലും അത് ഓർക്കും തോറും ഉള്ളിൽ എവിടെ ഒരു നോവുണരുന്നത് അവൻ അറിയുന്നുണ്ട്. അത് പുറമേ കാണിക്കാതെ ആർക്കും മുന്നിലും തോൽക്കാൻ മനസ്സിലാതെ നിന്നു അവൻ. ഇറങ്ങിക്കോണം രണ്ടും. രാവിലെ കെട്ടിറങ്ങി കുളത്തിൽ പോയി കുളിച്ച് അകത്തേക്ക് കയറിയാൽ മതി രണ്ടാളും. അല്ലെങ്കിൽ രണ്ടിന്റെയും മുട്ടുകാൽ ഞാൻ തല്ലി ഓടിക്കും. അച്ചമ്മയുടെ ദേഷ്യം കാണെ കുടിച്ച കള്ളിന്റെ കെട്ട് നിമിഷ നേരം കൊണ്ട് ഇറങ്ങി രുദ്രന്റെ. എന്നാൽ അച്ചമ്മ പറയുന്നത് പോയിട്ട് അച്ചമ്മ എവിടെയാ നിൽക്കുന്നെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ മുന്നിൽ നിൽക്കുന്ന നിഴലുകൾ നോക്കി തലകൊടയുകയാണ് ഋഷി. എന്തോ നോക്കി നിൽക്കുക, വാ ഇങ്ങോട്ട്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു ആവോ. ദേവിയുടെ കരച്ചിലും അച്ചമ്മയുടെ ദേഷ്യവും എല്ലാം കാണെ രുദ്രൻ ഋഷിയുടെ കയ്യിൽ പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. രണ്ടുപേരും ആടി ആടി പാടത്തേക്ക് ഇറങ്ങി പോകുന്നു കണ്ടപ്പോഴേ അവര് പോകുന്ന ഏറുമാടത്തിലേക്കാണെന്ന് മനസ്സിലായി സീതയ്ക്ക്. ശരീരമാകെ ഒരു തണുത്ത ഇളം കാറ്റ് തന്നെ തലോടും പോലെ തോന്നിയപ്പോഴാണ് ഋഷിപതിയെ കണ്ണുകൾ തുറന്നത്. മലർന്നു കിടന്നവൻ കണ്ണുകൾ തുറന്നേ കാണുന്നത് ഓലമേഞ്ഞൊരു മേൽക്കൂരയാണ്. അവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. കണ്ണുകളൊന്നോട് ചിമ്മി തുറന്ന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. മഞ്ഞിൽ മൂടിയ ആകാശത്തിൽ നിന്നും ഉദിച്ചു വരുന്ന ചുവന്ന സൂര്യനും താഴെ പച്ച വിരിച്ച നെൽപ്പാടവും നെൽപ്പാടത്തിൽ നെല്ല് കൊത്തി തിന്നാൻ വരുന്ന കുഞ്ഞു പക്ഷിക്കൂട്ടങ്ങളുമായി കണ്ണിന് കുളിർമയേകുന്ന ഒരു പുതുകാഴ്ച. അവന്റെ ചുണ്ടിൽ അവൻ പോലും അറിയാതെ ഒരു പുഞ്ചിരി തെളിഞ്ഞു. എങ്കിലും പെട്ടെന്ന് താൻ എന്താ ഇവിടെ എന്ന ചിന്തയും അവന്റെ ഉള്ളിൽ നിറഞ്ഞു. ഭ്രാന്ത് പിടിക്കും പോലെ തോന്നിയപ്പോൾ ടൗണിൽ പോയി മദ്യപിച്ചതും കണ്ണ് തെളിയാതെ കാർ ഓടിച്ചു പോകുന്നതും മാത്രം ഒരു ചെറിയ ഓർമ്മയും മനസ്സിലുണ്ട്. അതിൽ കൂടുതലൊന്നും എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിലേക്ക് വരുന്നേയില്ല എന്നതാണ് സത്യം. കിടന്ന കിടപ്പിൽ നിന്നും ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശരീരത്തിന് വല്ലാത്തൊരു ഭാരം പോലെ തോന്നിയത്. ഋഷി തലയുയർത്തിയൊന്ന് നോക്കി. കാല് തന്റെ വയറിലേക്ക് കയറ്റി വെച്ച് കമഴ്ന്ന് കിടക്കുന്ന രുദ്രനെ കണ്ടതും ഒരു ഞെട്ടലോടെ പിടഞ്ഞെഴുന്നേറ്റു അവൻ. ഋഷി പെട്ടെന്ന് തള്ളി മാറ്റിയതും രുദ്രനും കഷ്ടപ്പെട്ട് കണ്ണൊന്ന് ചിമ്മി തുറന്നു. ഓ, എണീറ്റ ഡോക്ടർ? മുന്നിൽ കണ്ടവനെ നോക്കി പുച്ഛഭാവത്തോട് ചോദിച്ച് ഒന്ന് മൂരി നിവർന്ന രുദ്രൻ പാന്റിന്റെ പോക്കറ്റ് തപ്പി നോക്കി ഒരു സിഗരറ്റ് പാക്കറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്ത് വെച്ചു. അവന്റെ സംസാരവും പ്രവൃത്തിയും ഒന്നും ഇഷ്ടമാവാതെ ഋഷിയുടെ മുഖം ചുളിഞ്ഞു. നീ എന്താ ഇവിടെ? അല്ല, ഞാൻ എന്താ ഇവിടെ? രുദ്രൻ നേർക്ക് വിരൽ ചൂണ്ടി ചോദിച്ചതും അത് കേട്ട ഭാവം പോലും ഇല്ലാതെ വലിച്ച സിഗരറ്റിന്റെ പുകയൊതുക്കളഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു രുദ്രൻ.